ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിൻ്റെ മാത്സിലുള്ള 5ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ എടുക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ലെറ്റ്സ് മെഷർ, അളന്ന് കുറിക്കാം എന്നാണ്. അപ്പോൾ എന്താ ആദ്യം തന്നെ തന്നിട്ടുള്ളത്? മലയാളത്തിലുള്ളത് വായിക്കാം കേട്ടോ. ഗോലി ഉരുട്ടാം. അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടി കളിക്കുകയാണ്. ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരും കാൽപാദം കൊണ്ട് അളന്നു അല്ലേ. അപ്പോൾ 2 പേർക്കും ഒരേ അളവല്ല കിട്ടിയത്. എന്താ, കാൽപാദം 2 പേർക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ. അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു. എങ്ങനെയാണ്? സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കുകയാണ് അല്ലേ ചെയ്യുക. ഇനി ലെങ്ത് ഇൻ എ സ്കെയിലിലെ അളവ്. നിങ്ങളും സ്കെയിൽ എടുക്കൂ. നിങ്ങളുടെ സ്കെയിലൊന്ന് എടുക്കുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് സ്കെയിലുള്ളത്? ചെറിയ വരകളുണ്ട് അല്ലേ, ഷോർട്ട് ലൈൻസ് ഉണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ തന്നിട്ടുള്ള സ്കെയിലിൽ നോക്കുക കേട്ടോ. ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചസ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, പിന്നെ വലിയ വരകളുണ്ട്, പിന്നെയോ സ്കെയിലിൻ്റെ പേരും ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സ്കെയിലിൽ എങ്ങനെയാണ് അളവെടുക്കാൻ നോക്കാം. അടുത്തടുത്ത 2 വലിയ വരകൾക്കിടയിലുള്ള അകലാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള 0 മുതൽ 1 വരെയുള്ള ആ ഒരു അകലമാണ് 1 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ 5 മുതൽ 6 വരെയുള്ള വലിയ വരകൾക്കിടയിലുള്ള ആ ഒരു അളവാണ് 1 സെൻറ്റിമീറ്റർ. ഇനി എങ്ങനെയാണ് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കാന്ന് നോക്കാം. ഇവിടെ അതാ ഒരു സ്കെയിൽ തന്നിട്ടുണ്ട് അല്ലേ. മുകളിൽ ഒരു പെന്നും തന്നിട്ടുണ്ട്. പെന്ന് ഈ 0ൻ്റെ നേരെയല്ലേ വെച്ചിട്ടുള്ളത്. എന്നിട്ട് എത്ര വരെ പോകുമ്പോഴാണ് പെന്ന് എത്ര നീളത്തിലാണ് പെന്ന് നിൽക്കുന്നത്? ഏത് നമ്പറിന് നേരെയാണ് പെന്നിൻ്റെ എഡ്ജ് ഭാഗം ഉള്ളത്? 12ൻ്റെ നേരെയാണ് അല്ലേ, 12ൻ്റെ നേരെയാണ്. അപ്പോൾ 0ന് കണക്കാക്കി വെക്കുക കേട്ടോ. ഫസ്റ്റ് ലൈനിൽ കണക്കാക്കി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എവിടെയാണോ മറ്റേ അറ്റം വെച്ചാൽ അവിടെ വരെയാണ് ആ പെന്നിൻ്റെ നീളം. അപ്പോൾ എത്രയാണ്? 12 ആണ് അല്ലേ. ഇനി താഴെ ഒരു പെൻസിൽ തന്നിട്ടുണ്ടല്ലോ. പെൻസിലിൻ്റെ നീളം എങ്ങനെയാണെന്ന് നോക്കുക. അതാ 0 ഫസ്റ്റ് തുടങ്ങുന്നിടത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എൻഡ് എവിടെയാണ്? 7ലാണ് അല്ലേ, 7ലാണ്. അപ്പോൾ എത്രയാണത്? അതിൻ്റെ നീളം എത്രയാണ്? 7 ആണ്. ഇനി താഴെ ഒരു പൊട്ടിയ സ്കെയിലാണല്ലേ തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ആ എറേസറിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് 0 വെക്കാൻ പറ്റൂലല്ലോ, നടുവിൽ പൊട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് 2 മുതൽ എറേസർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ലൈന്, വലിയൊരു ലൈനിൻ്റെ നേരെ വെച്ചാൽ മതി. അപ്പം 2ൻ്റെ ലൈനിൽ വെച്ചതുകൊണ്ട് തന്നെ 3 ആവുമ്പോൾ 1, 4 ആവുമ്പോൾ 2, 5 ആവുമ്പോൾ 3 അല്ലേ. അപ്പോൾ റബ്ബർ കട്ടയുടെ നീളം എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെൻറ്റിമീറ്ററിലാണല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേനയുടെ നീളം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ പെൻസിലിൻ്റെ നീളം 7 സെൻറ്റിമീറ്റർ ആണ്. റബ്ബറിൻ്റെ നീളം 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ ചുരുക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? CM, സെമി എന്ന് എഴുതാം കേട്ടോ. മലയാളത്തിലാണെങ്കിൽ സെമി, ഇംഗ്ലീഷിലാണെങ്കിൽ CM എന്ന് എഴുതാം. ഈ സ്കെയിലിൻ്റെ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്റർ ആണ് അടയാളപ്പെടുത്തിയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ താഴെ വശത്ത് എന്താ ഉള്ളത്? ഒരു വലിയ അളവിലാണ് അല്ലേ തന്നിട്ടുള്ളത്. അതെന്താണ്? ഈ അളവാണ് ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്കെയിലിൽ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററിലുമാണ്, ഒരു ഭാഗം ഇഞ്ച് അളവിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് എന്താണ്? അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ. ഏത് വരയ്ക്കാണ് നീളം കൂടുതൽ അല്ലേ. ഇവിടെ ഒരുപാട് വരകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങളുടെ ഊഹം ടിക്ക് ചെയ്ത് അടയാളപ്പെടുത്തൂ. ഓരോ വരയും അളന്ന് നീളം വരയിൽ എഴുതൂ. അപ്പോൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കണം. എന്നിട്ട് ഊഹത്തിൽ നമുക്ക് ഫസ്റ്റ് ലൈനാണ് അല്ലേ ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് അളന്നിട്ട് ഓരോ വരിയും എത്ര ഉണ്ടെന്ന് നോക്കാം. ഈ വരകൾ എങ്ങനെയാണ് അളക്കുന്നത് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇവിടെ 0 റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഈ വരയുടെ ലാസ്റ്റ് എത്രയാണുള്ളത്? 7 ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ലൈൻ എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തേത് ഈ 0 ഇവിടെ റെഡിയാക്കി വെക്കുക. ഇത് 4 ആണ് അല്ലേ. മൂന്നാമത്തേതോ 0 റെഡിയാക്കുക, 5 സെൻറ്റിമീറ്റർ ആണ്. നാലാമത്തേത് 4 സെൻറ്റിമീറ്റർ ആണ്. അഞ്ചാമത്തേത് കണ്ടോ 3 സെൻറ്റിമീറ്റർ ആണ്. ഏറ്റവും ലാസ്റ്റ് 0 എവിടെയാണ് അവസാനിക്കുന്നത്? 6ലാണ് അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അളവുകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഏറ്റവും വലുത് ഫസ്റ്റത്തെ തന്നെ അല്ലേ. അടുത്തത് എന്താണ്? പെൻസിൽ ലെങ്ത്സ്. ഏതൊക്കെ പെൻസിൽ? പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കൂ. ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും? പെൻസിലിന്
ടിക്ക് അടയാളം നൽകുക. ഏതൊക്കെ പെൻസിലാണ് താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയാന്ന് നോക്കണം. അപ്പോൾ പെൻസിലിൻ്റെ രൂപം കണ്ടില്ലേ? ഇതുപോലെ ഈർക്കിലുകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കൂ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ കൊള്ളണമെങ്കിൽ എന്താണ്, അതിനെക്കാട്ടിലും ചെറിയ പെൻസിലാവണം അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ചെറിയ പെൻസിലുകൾ? സൈഡിൽ തന്ന പെൻസിൽ പറ്റൂല, ബോക്സിൻ്റെ നേരെ ഇവിടെയുള്ള പെൻസിലും പറ്റൂല, പിന്നെയോ മുകളിലുള്ള പെൻസിലും പറ്റൂല അല്ലേ? പിന്നെ ബാക്കിയുള്ള പെൻസിലൊക്കെ പറ്റുന്ന തോന്നുന്നു. അപ്പോൾ ബോക്സ് അളക്കുക, എന്നിട്ട് പെൻസിലും അളക്കുക. അപ്പം നിങ്ങൾക്ക് അളവ് മനസ്സിലാവും. അപ്പോൾ ആ വലിയ 3 പെൻസിലുകളല്ലാത്ത ബാക്കി പെൻസിലുകൾക്കൊക്കെ ടിക്ക് കൊടുക്കുക കേട്ടോ. അടുത്തത് മേക്കിംഗ് ഫിഗേഴ്സ്, രൂപങ്ങൾ നിർമ്മിക്കാം. നിങ്ങൾ എടുത്തതിൽ ഒരേ നീളമുള്ള ഈർക്കിൽ കഷ്ണങ്ങളുണ്ടോ? അവയുടെ നീളവും എണ്ണവും പട്ടികയിൽ എഴുതൂ. അപ്പം നമ്മൾ നേരത്തെ ആ പെൻസിൽ കൊണ്ടുള്ള വീടിൻ്റെ അതേ അളവിലുള്ള ഈർക്കിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ്, 5 സെൻറ്റിമീറ്ററിൻ്റെ 2 ഈർക്കിളുണ്ട്, 4 സെൻറ്റിമീറ്ററിൻ്റെ 2 എണ്ണം ഉണ്ട്, 3 സെൻറ്റിമീറ്ററിൻ്റെ 2 എണ്ണം ഉണ്ട്, 2 സെൻറ്റിമീറ്ററിൻ്റെ 3 എണ്ണം ഉണ്ട്, 9 സെൻറ്റിമീറ്ററിൻ്റെ 2 എണ്ണം ഉണ്ട്, 1.5 സെൻറ്റിമീറ്ററിൻ്റെത് 3 എണ്ണം ഉണ്ട്. അടുത്തത് എൻഡ് ടു എൻഡ്, ചേർത്തു വെച്ചാൽ 10, 11, 12, 13, 14, 15 സെൻറ്റിമീറ്റർ വീതമുള്ള ഈർക്കിലുകൾ മുറിച്ചെടുക്കുക. ഒരു 10, 11 അങ്ങനെ ഓരോ അളവിലുള്ള ഈർക്കിലുകൾ മുറിച്ച് വെക്കുക. അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെൻറ്റിമീറ്റർ നീളമുണ്ടാകും? അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ? എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൂട്ടുമ്പോൾ 75 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത് അല്ലേ? 75 സെൻറ്റിമീറ്റർ ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ നീളം കിട്ടുന്ന ജോഡികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ 2 എണ്ണം കൂട്ടിയാലാണ് 25 കിട്ടുക? 11ഉം 14ഉം കൂട്ടിയാൽ 25 അല്ലേ? 11ഉം 14ഉം കൂട്ടിയാൽ 25, 10ഉം 15ഉം കൂട്ടിയാൽ 25, പിന്നെ 12ഉം 13ഉം കൂട്ടിയാൽ 25. അടുത്തത് മെഷർ ആൻഡ് നോട്ട്, അളന്ന് കുറിക്കാം. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ടൈറ്റിൽ വായിക്കുന്നത് മക്കൾക്ക് ആ ഭാഗമാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ പറയുമ്പോഴാണല്ലോ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരേ നീളമുള്ളവ ഏതെല്ലാം? തിങ്ക് ചെയ്യാണ്. നിങ്ങളുടെ വീട്ടിലെ വിവിധ വസ്തുക്കളുടെ നീളം അളക്കൂ, പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കളുടെ വീട്ടിലത്തെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് അളന്നിട്ട് എഴുതുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ അളന്ന് നോക്കിയതിൽ ഒരേ നീളമുള്ളവ ഉണ്ടെങ്കിൽ താഴെ എഴുതി കൊടുക്കണം കേട്ടോ. അടുത്തത് വലിയ സ്കെയിൽ, ലോങ് സ്കെയിൽ. ഈ സ്കെയിൽ ഉപയോഗിച്ച് അമ്മയുടെ സാരിയുടെ നീളം അളക്കാൻ പ്രയാസമായിരുന്നു അല്ലേ? ചെറിയ സ്കെയിൽ ഉപയോഗിച്ചിട്ട് സാരിയുടെ നീളം അളക്കാൻ പ്രയാസമായിരുന്നു. ചെറിയ സ്കെയിൽ ആയതുകൊണ്ടല്ലേ നമുക്ക് അലനെ സഹായിച്ചാലോ? ടീച്ചർ നിങ്ങൾക്ക് പേപ്പർ കഷ്ണങ്ങൾ തന്നില്ലേ? നിങ്ങൾക്ക് കിട്ടിയ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒരു ഊഹം എഴുതുക, എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കിയിട്ട് അതും കൂടെ എഴുതുക. വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ 5 പേർ ചേർന്ന് ഗ്രൂപ്പാകൂ. നിങ്ങൾക്ക് കിട്ടിയ പേപ്പർ കഷ്ണങ്ങളുടെ നീളം പട്ടികപ്പെടുത്തൂ. അപ്പോൾ അത് നിങ്ങൾ വ്യത്യസ്ത നീളമുള്ള പേപ്പർ കഷ്ണങ്ങൾ കിട്ടിയ ആളുകൾ തമ്മിൽ 5 ആളുകൾ തമ്മിൽ ഗ്രൂപ്പാവുക. എന്നിട്ട് നിങ്ങളുടെയൊക്കെ 5 ആളുകളുടെയും പേപ്പർ കഷ്ണങ്ങളുടെ ആളുകളുടെ പേരെഴുതുക, ഊഹം എഴുതുക. നിങ്ങൾക്ക് അളവ് ഒരു ഊഹത്തിൽ എഴുതുക, എന്നിട്ട് അളന്ന് നോക്കിയിട്ട് എഴുതുക. അപ്പോൾ അത് മക്കൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 5 ആ തരത്തിൽ വലിപ്പത്തിൽ കടലാസ് വെട്ടിയെടുത്തിട്ട് അത് അളന്നിട്ട് എഴുതുക കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗവും കൂടെ അതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. 5 പേരുടെയും പേപ്പർ കഷ്ണങ്ങൾ കൂടെ നീളത്തിൽ നീട്ടി വെച്ചാൽ അത് അളന്ന് നോക്കിയാൽ അതിൻ്റെ നീളം എത്രയാണ് എന്നുള്ളത് നിങ്ങൾ ഊഹത്തിലും അളന്ന് നോക്കിയിട്ടും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ ആണ് അല്ലേ? 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ അങ്ങനെ 15 സെൻറ്റിമീറ്റർ അല്ലേ സ്കെയിലുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് ടേപ്പൊക്കെ ഉണ്ടാവും അളക്കാൻ. അപ്പോൾ അതിൽ 100 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്ററാണ്. ക്ലാസ് മുറിയുടെ നീളം, നിങ്ങളുടെ ക്ലാസ് മുറിയുടെ നീളം എത്രയാണ്?
അപ്പോൾ 15 സെൻറ്റിമീറ്റർ സ്കെയിലല്ലാതെ 30 സെൻറ്റിമീറ്റർ സ്കെയിലും മീറ്റർ സ്കെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് മുറിയുടെ നീളം അളക്കാൻ വേണ്ടിയിട്ട് വലിയ സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കുക. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ വർക്കായിട്ട് ചെയ്യേണ്ട കേട്ടോ. ഗ്ലാസ് മുറിയുടെ നീളം അളക്കണം, വരാന്തയുടെ നീളം അളക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ ഊഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം എഴുതുക. തെറ്റായാലും ശരിയായാലും ഒന്നും കുഴപ്പമില്ല. എന്നിട്ട് ശരിക്കുള്ള അളവ് അളന്നിട്ട് ചെയ്യുക കേട്ടോ. ഇനി നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ച്, ഡെസ്ക്, ബോർഡ് തുടങ്ങിയവയുടെ നീളം ഊഹിച്ചെഴുതുക, അളന്നെഴുതുക. ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതൊന്നും എനിക്ക് ചെയ്ത് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. മക്കൾ ചെയ്തിട്ട് തന്നെ എഴുതണം. നിൽക്കൂ, ചാടൂ, സ്റ്റാൻഡ് ആൻഡ് ജമ്പ്. ഇന്ന് ചാട്ട മത്സരമാകാം. ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്നിട്ട് മുന്നോട്ട് ചാടണം. പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതൂ. അപ്പം ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പേരുകൾ കൊടുത്തിട്ട് ഇഷ്ടമുള്ള സെൻറ്റിമീറ്റർ അങ്ങ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ രാജു 55 സെൻറ്റിമീറ്റർ, രാമു 70 സെൻറ്റിമീറ്റർ, അനിത 85 സെൻറ്റിമീറ്റർ, റിച്ചു 110 സെൻറ്റിമീറ്റർ, അജു 100 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മീറ്ററിൽ കൂടുതൽ ദൂരം ചാടിയവർ ആരെല്ലാം? റിച്ചു 110 സെൻറ്റിമീറ്റർ, അജു 100 സെൻറ്റിമീറ്റർ. അടുത്തത്, എനിക്ക് കിട്ടിയ സമ്മാനം, അതായത് ഗിഫ്റ്റ് ഐ ഗോട്ട്. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമ്മാനമുണ്ട്. എന്താണ് സമ്മാനം എന്ന് കണ്ടെത്തുന്നതിനായി പാറ്റേൺ പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 250, 275, 300 അല്ലേ? 250, 275, 300. അപ്പോൾ എത്രയാണ് കൂട്ടിയിട്ടുള്ളത്? അപ്പോൾ പാറ്റേൺ നമ്മൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ ഫസ്റ്റത്തെ രണ്ട് സംഖ്യകൾ തമ്മിൽ എത്രയാണ് ഡിഫറൻസ് നോക്കുക. 250ലേക്ക് എത്ര കൂട്ടുമ്പോഴാണ് 275 കിട്ടുക? 50, 75, 100 അങ്ങനല്ലേ? ഇപ്പോൾ 25 കൂട്ടുമ്പോഴാണ് 275 കിട്ടുക. അപ്പോൾ 275നോട് വീണ്ടും ഒരു 25 കൂട്ടിയപ്പോൾ 300 കിട്ടി. പിന്നെ ഒരു 25 കൂട്ടിയാൽ എത്രയാണ്? 325. വീണ്ടും ഒരു 25 കൂട്ടുമ്പോൾ 350. പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്ന സംഖ്യകളെ പാറ്റേൺ ക്രമത്തിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 250 ആണല്ലേ സ്റ്റാർട്ടിങ്. അതിലേക്ക് പാറ്റേൺ നോക്കുമ്പം 275, പിന്നെ 300, 325, 350 അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. തന്നിരിക്കുന്ന വരയുടെ നീളം എത്രയാണ്? 8 സെൻറ്റിമീറ്റർ ആണ്. എൻ്റെ ഊഹം അളന്നപ്പോഴുള്ള നീളം അത് എവിടെ എഴുതുക കേട്ടോ. വരച്ച എല്ലാ വരകൾക്കും ഒരേ നീളമാണോ? അതെ അല്ലേ? പിന്നെ ചിത്രത്തിന് നിറം കൊടുക്കൂ. നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം എന്താണ്? നക്ഷത്രമാണ് അല്ലേ? സ്റ്റാറാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ്? ഉയരം എത്ര എന്നുള്ളതാണ്. ചാട്ട മത്സരത്തിലെ വിജയികൾ നിൽക്കുന്ന ചിത്രം നോക്കൂ. എല്ലാവരും ഒരേ ഉയരത്തിലാണോ? അല്ല അല്ലേ? കൂടുതൽ ഉയരത്തിൽ ആരാണ്? 1 ആണല്ലേ കൂടുതൽ ഉയരത്തിൽ നിൽക്കുന്നത്. ഇനി താഴെ തന്നിട്ടുള്ള പട്ടിക പൂർത്തിയാക്കുക. ഇതിൽ എന്തിൻ്റെയൊക്കെയാണ് അളവ് നോക്കേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ബോർഡിലേക്കുള്ള ഉയരം, സ്വിച്ച് ബോർഡിലേക്കുള്ള ഉയരം, ജനൽ പടിയിലേക്കുള്ള ഉയരം, വാതിലിൻ്റെ ഉയരം, മേശയുടെ ഉയരം. അപ്പോൾ ഒക്കെ നിലത്ത് നിന്നിട്ട് മുകളിലേക്കാണ് അളക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊരു ഊഹിച്ചൊരളവ് ഫസ്റ്റത്തെ ബോക്സിൽ എഴുതുക. പിന്നെ നിങ്ങൾക്ക് അളന്നപ്പോൾ കിട്ടിയതും എഴുതുക. അപ്പോൾ ഞാൻ വെറുതെ ഇതിൽ എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഉയരം അളക്കണം. അത് ഊഹവും അളന്ന് കിട്ടിയതോ കണ്ടത് മിസ്സ് നിങ്ങളെ സഹായിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ ഉയരം കൂടെ നിങ്ങൾ എഴുതണം. നിങ്ങളുടെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതും എഴുതുക. അടുത്തത്, നിങ്ങൾ അളന്നവയിൽ 1 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ളവ ഏതൊക്കെയാണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം നിങ്ങൾ അളന്നതിൽ 100 സെൻറ്റിമീറ്ററിനെയും കാട്ടിലും കൂടുതലുള്ളത് ഇവിടെ എഴുതുക. ആ അളവുകളെ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായി പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ ഉദാഹരണത്തിനായിട്ട് പറയുകയാണെങ്കിൽ 110 സെൻറ്റിമീറ്റർ ആണ് ഏതെങ്കിലും ഒരു വസ്തുവിന് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ മീറ്ററിൽ എങ്ങനെ എഴുതാം? 1 മീറ്റർ 10 സെൻറ്റിമീറ്റർ അല്ലേ? അങ്ങനെ എഴുതാം. മീറ്ററിലും സെൻറ്റിമീറ്ററിലും ആക്കി എഴുതുമ്പോൾ 100 എന്നുള്ളത് 1 മീറ്റർ എന്നുള്ളതിലേക്ക് എടുക്കുക. ബാക്കി സെൻറ്റിമീറ്ററിൽ എഴുതുക. ഇനിയിപ്പോൾ 150 സെൻറ്റിമീറ്റർ ആണെങ്കിലോ നിങ്ങൾക്ക് അളന്നിട്ട് കിട്ടിയത്. അപ്പോൾ അതിൽ 1 മീറ്ററാണ്.
പിന്നെ ബാക്കിയുള്ളത് 50 സെൻറ്റിമീറ്ററാണ്. ഇനിയിപ്പോൾ 210 ആണെങ്കിൽ 2 മീറ്റർ 100 100 അല്ലേ 2 മീറ്ററാണ്, ബാക്കി 10 സെൻറ്റിമീറ്ററാണ്. ആ രീതിയിൽ മക്കൾ അളന്നതിന് എഴുതുക കേട്ടോ. അടുത്തത് ചുറ്റും അളക്കാം, മെഷർ എറൗണ്ട്. തൂണിൻ്റെ വണ്ണം എത്രയാണ്? ഇതുപോലെ നിങ്ങളും അളക്കൂ. അപ്പോൾ തൂണിൻ്റെ വണ്ണമൊക്കെ അളക്കണമെങ്കിൽ ടാപ്പ് ഉപയോഗിക്കണം അല്ലേ. പിന്നെ എന്തിൻ്റെയൊക്കെ അളന്നെഴുതണം? വാട്ടർ ബോട്ടിലിന് ചുറ്റും അളക്കണം, മേശയുടെ മുകൾ ഭാഗം ചുറ്റും അല്ലേ എത്ര ലെങ്ത് ഉണ്ടെന്ന് അളക്കുക, പിന്നെ കൈയുടെ വണ്ണം അത്രയും അളന്നിട്ട് ഇവിടെ ബോക്സിൽ എഴുതാൻ മറക്കരുതേ. നെക്സ്റ്റ് ടോട്ടൽ ലെങ്ത്, ആകെ നീളം എങ്ങനെ കാണാമെന്ന്. ഈർക്കിളുകൾ മുറിച്ചെടുത്ത് ചതുരം ഉണ്ടാക്കുക. അപ്പോൾ ചതുരം ഉണ്ടാക്കണമെങ്കിൽ എത്ര ഈർക്കിൾ വേണം? 4 എണ്ണം വേണം അല്ലേ. അതിനുപയോഗിച്ച ഈർക്കിലുകളുടെ ആകെ നീളം എത്രയാണ്? അപ്പം നിങ്ങൾ 4 ഒരേ വലുപ്പമുള്ള ഈർക്കിൾ എടുത്തിട്ട് ഒരു ചതുരം ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്യുക? ആ ഈർക്കിൾ മൊത്തം നീളത്തിൽ വെച്ചാൽ പോരെ. നീളത്തിൽ വെച്ചിട്ട് അത് അളന്നിട്ട് അവിടെ എഴുതുക. അടുത്തതോ ഈർക്കിലുകൾ മുറിച്ചെടുത്ത് ത്രികോണം ഉണ്ടാക്കുക. ത്രികോണം ഉണ്ടാക്കാൻ മക്കൾക്ക് അറിയാലോ. എന്നിട്ട് അതിൻ്റെ നീളം കാണണമെങ്കിൽ എന്താണ്? അത് നീളത്തിൽ വെച്ചിട്ട് അളന്ന് കണ്ടുപിടിച്ചാൽ പോരെ. പിന്നെയോ ഒരേ നീളമുള്ള ഈർക്കിലുകൾ മുറിച്ചെടുത്തും ചതുരമുണ്ടാക്കൂ. അപ്പോൾ ആദ്യത്തേത് ഒരേ നീളം വേണമെന്നില്ല കേട്ടോ ഈർക്കിളിന്. ഇത് ഒരേ നീളമുള്ള ചതുരം ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ നീളവും അളക്കുക. നീളം അളക്കാൻ 4 കഷ്ണങ്ങളും നീളത്തിൽ വെക്കുക. എന്നിട്ട് അത് അളക്കുക കേട്ടോ. പിന്നെ ഒരേ നീളമുള്ള ഈർക്കിൾ കഷ്ണങ്ങൾ കൊണ്ട് ത്രികോണം ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ നീളവും അളക്കുക. ആദ്യം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ എടുത്തിട്ട് ചതുരം ഉണ്ടാക്കുക, ത്രികോണം ഉണ്ടാക്കുക. പിന്നെ ഒരേ നീളമുള്ള വലിപ്പങ്ങളുള്ള ഈർക്കിൾ കൊണ്ട് ചതുരവും ത്രികോണവും ഉണ്ടാക്കിയിട്ട് അളന്ന് അതാത് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. അടുത്തത് തീവണ്ടിക്കളി. നമുക്ക് തീവണ്ടിക്കളി കളിച്ചാലോ അല്ലേ. പ്ലേ ട്രെയിൻ. തീവണ്ടിക്കളിക്കായി അലനും കൂട്ടരും 350 സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു നീല റിബണും ഒരു ചുവപ്പ് റിബണും വാങ്ങി. റിബണിൻ്റെ ആകെ നീളം എത്രയാണ്? 350 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഒരു കളറിൽ വാങ്ങിയതിന്. ചുവപ്പ് ഇപ്പം 350 ആണെങ്കിൽ നീലയും 350 അല്ലേ. അപ്പം 350 കൂട്ടണം 350 700 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അടുത്തത് അവർ വളയമുണ്ടാക്കാനായി റിബണുകൾ ചേർത്ത് കിട്ടിയപ്പോൾ നീളം 20 സെൻറ്റിമീറ്റർ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ 700-ൽ നിന്നും 20 പോയാൽ എത്രയാണ്? 680 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അത് മീറ്ററിലും സെൻറ്റിമീറ്ററിലും ആക്കി എഴുതുമ്പോൾ 6 മീറ്ററും 80 സെൻറ്റിമീറ്ററും അല്ലേ. വളയത്തിൽ എല്ലാവർക്കും നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ 6 മീറ്റർ വീതം നീളത്തിൽ നീല റിബണും ചുവപ്പ് റിബണും വാങ്ങി. 2 റിബണിനും കൂടി എത്ര നീളം? 12 മീറ്റർ അല്ലേ. 6ഉം 6ഉം 12 മീറ്ററാണ്. അപ്പോൾ 1 മീറ്റർ റിബണിന് 10 രൂപയാണ് വില. അപ്പോൾ തീവണ്ടിക്കളിക്കായി വാങ്ങിയ റിബണിന് ആകെ എത്ര രൂപയായി? അപ്പോൾ ഇപ്പം 12 മീറ്ററും വാങ്ങി, നേരത്തെ 6 മീറ്ററും എത്രയാണ്? 80 സെൻറ്റിമീറ്ററും വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 18 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 മീറ്ററിന് 10 ആണെങ്കിൽ 18 മീറ്ററിന് എത്രയാണ്? 180 രൂപയാണ്. അപ്പോൾ 18 മീറ്ററിൻ്റെ 180 രൂപ കണ്ടുപിടിച്ചു. ഇനി ബാക്കി 80 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ. അപ്പം 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 മീറ്ററിന് 10 രൂപയല്ലേ. അപ്പോൾ 100-ൽ നിന്നും 80 ആണ് അല്ലേ. 80 എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്ററിന് 1 രൂപ, 20 സെൻറ്റിമീറ്ററിന് 2 രൂപ, അങ്ങനെ 100 സെൻറ്റിമീറ്ററിന് എത്രയാണ്? 10 രൂപയാണ്. അപ്പോൾ അതിൽ നിന്നും എത്ര രൂപ കുറയ്ക്കണം? 2 രൂപ അല്ലേ. 80 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ബാക്കി 8 രൂപ. അപ്പോൾ 180-നോട് 8 കൂട്ടുമ്പോൾ 188 രൂപയാണ് അല്ലേ വിപണിനായിട്ടുള്ളത്. അടുത്തത് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ്. നീളം കൂടുതൽ അല്ലേ. ഇവയിൽ ഏതിനാണ് നീളം കൂടുതൽ? ഏതിനാണ്? അപ്പം പേന 2-ലാണ് വെച്ചിട്ടുള്ളത് അല്ലേ. എന്നിട്ടോ 15 വരെയുണ്ട്. അപ്പോൾ പേനയുടേത് എത്രയാണ്? 2-ലായതുകൊണ്ട് തന്നെ 1 കുറയ്ക്കണം അല്ലേ. 1-ൻ്റെ അവിടുന്ന് തുടങ്ങിയില്ലല്ലോ. 1 അല്ല 2 കുറയ്ക്കണം. 0-ൻ്റെ അവിടുന്ന് തുടങ്ങിയില്ലല്ലോ. അപ്പോൾ 13 സെൻറ്റിമീറ്ററാണ് പേനക്കുള്ളത്. അപ്പോൾ അതല്ലേ വലുത്. അപ്പം ഏറ്റവും നീളം കൂടിയത് പേന എത്ര സെൻറ്റിമീറ്ററാണ്? 13 സെൻറ്റിമീറ്ററാണ് അല്ലേ. പിന്നെ വസ്തുക്കളുടെ പേരും നീളവും ക്രമമായി എഴുതൂ. അപ്പോൾ പേന 13 സെൻറ്റിമീറ്റർ, പെൻസിൽ 12 സെൻറ്റിമീറ്റർ, പിന്നെ എറേസർ 4 സെൻറ്റിമീറ്റർ, ഷാർപ്നർ 3 സെൻറ്റിമീറ്റർ, ഇല 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്?
ഇവിടെ ഒരു വര തന്നിട്ടുണ്ട്, ലൈന് തന്നിട്ടുണ്ട്. അതിൽ ABCD അങ്ങനെ ഡോട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയോ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് താഴെ. A മുതൽ F വരെ, J മുതൽ N വരെ, B മുതൽ J വരെ, E മുതൽ K വരെ. അപ്പം അതിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. A മുതൽ F വരെ ആകുമ്പോൾ എത്ര എണ്ണമാണ്? 1 2 3 4 5. ഇനി അടുത്തത് B മുതൽ J വരെ ആണെങ്കിലോ 1 2 3 4 5. ഒന്നുകൂടി എണ്ണം 1 2 3 4 5 6 7 8 8 എണ്ണം. അപ്പോൾ 2 എണ്ണം നോക്കിയതിൽ രണ്ടാമത്തതാണ് വലുത് അല്ലേ. പിന്നെ J മുതൽ N വരെ 1 2 3 4. അപ്പോൾ അതല്ല. ഇനി E മുതൽ K വരെ 1 2 3 4 5 6. അപ്പോൾ അതുമല്ല. അപ്പോൾ ഏതാണ് ഏറ്റവും നീളം കൂടിയത്? രണ്ടാമത്തത് B മുതൽ J വരെ എന്നുള്ളതാണ് അല്ലേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുല്യമായ നീളം. ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങളുടെ ഗണിത പാഠപുസ്തകത്തിൻ്റെ അളവിലുള്ള ചതുരം ഉണ്ടാക്കുക. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അളവിലുള്ള ഈർക്കിൽ കഷ്ണങ്ങൾ എടുക്കുക. വീതിയിലും നീളത്തിലുള്ളത് എടുത്തിട്ട് അത് അത്ര ആ അളവിലുള്ളൊരു ചതുരം ഉണ്ടാക്കാൻ. അവയിൽ ഒരേ നീളമുള്ള ഈർക്കിലുകളുണ്ടോ? ഉണ്ടല്ലേ. നീളം രണ്ടും സെയിം ആയിരിക്കും, അതുപോലെ വീതി രണ്ടും സെയിം ആയിരിക്കും അല്ലേ. നീളം 2 എണ്ണം ഉണ്ടാകും, വീതി 2 എണ്ണം ഉണ്ടാകും അല്ലേ. അപ്പോൾ ഞാൻ മാത്സ് ടെക്സ്റ്റ് ബുക്ക് അളന്നപ്പോൾ 26 സെൻറ്റിമീറ്ററിന് 2 ഈർക്കിളും വേണം, 18 സെൻറ്റിമീറ്ററിന് 2 ഈർക്കിളും വേണം. അപ്പോൾ ഈർക്കിലുകളുടെ ആകെ നീളം എത്രയാണ്? 26 + 26 + 18 + 18 അല്ലേ. അപ്പോൾ എത്രയാണ് നീളം? 88 സെൻറ്റിമീറ്റർ ആണ്. ഈ പാഠത്തിലെ അവസാന ക്വസ്റ്റ്യനാണ് സാരിയുടെ നീളം. അമ്മ വാങ്ങിയ സാരിയുടെ നീളം 6 മീറ്റർ. അതിൽ നിന്ന് 70 സെൻറ്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു. അപ്പോൾ 6 മീറ്റർ എന്ന് പറയുമ്പോൾ 600 സെൻറ്റിമീറ്റർ ആണല്ലേ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 മീറ്റർ എന്ന് പറയുമ്പോൾ 600 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്നും 70 സെൻറ്റിമീറ്റർ ബ്ലൗസിനായിട്ട് മുറിച്ചെടുത്തു. അപ്പോൾ 600 കുറയ്ക്കണം അല്ലേ, -70. അപ്പോൾ എത്രയാണ്? 530 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ബാക്കി നീളം എന്ന് പറയുന്നത് എത്രയാണ്? 530 ആണ്. സെൻറ്റിമീറ്ററിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 മീറ്ററും 30 സെൻറ്റിമീറ്ററും അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കാര്യമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് എല്ലാ സാധനങ്ങളും അളക്കാനാണ് കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ, മീറ്റർ അതൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഒരു സ്കെയിലിൽ വലിയ 2 വരകൾക്കിടയിലുള്ളത് 1 സെൻറ്റിമീറ്റർ ആണെന്നും 100 സെൻറ്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.